നല്ല വറുത്ത പുഴമീനും ഉണക്ക മാങ്ങയും തേങ്ങയും ഒക്കെ ഇട്ട് വെച്ച നല്ല പുഴ മത്സ്യക്കറിയും കൂട്ടി നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. എന്നാലോ ഈ പുഴ മത്സ്യം കിട്ടിയത് എവിടെ നിന്നാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്കത് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ നിന്നാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പുഴമത്സ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വഴിയിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോഴാണ് പുഴമത്സ്യം വെക്കുന്നത് കണ്ടത്. ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ഇതൊക്കെ ഇത് ഗിഫ്റ്റ് തിലോപ്പിയാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഞാനിവിടെ അടുത്തെത്തിയപ്പോഴത്തേക്കും അതൊക്കെ ഓർഡറായിപ്പോയി. കണ്ടില്ലേ, ഇവിടെയുണ്ട് നല്ല ചെറിയ മത്സ്യങ്ങളും ഉണ്ട്. ഇനി ഈ കാണുന്നത് ഗിഫ്റ്റ് തിലോപ്പിയ എന്നാണ് പറഞ്ഞ്. പക്ഷെ അതൊക്കെ ഓർഡർ ആയിപ്പോട്ടെ, അതൊന്നും എനിക്ക് കിട്ടിയില്ല. നല്ല ഡിമാൻഡാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നല്ല പിടയ്ക്കുന്ന ചെമ്പല്ലി. ഇത് ഈ ഒരു സീസണിൽ മാത്രമാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇത് വയരക്കുപ്പയിൽ നിന്നും കൊളവള്ളിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ്. എന്തായാലും ഞാൻ മേടിച്ച മീനാണിത്, സിറാലാണ്. ഇത് നല്ല കറിക്കും വറുക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അധികം മുള്ളൊന്നുമില്ല. എന്തായാലും ഇവർ നന്നായിട്ട് നല്ല റെഡിയാക്കി എനിക്ക് ഒരുക്കിയൊക്കെ തന്നിട്ടുണ്ട്. കഷ്ണങ്ങളാക്കി 1 കിലോ ആണ് മേടിച്ചിരിക്കുന്നത്. നല്ല കഷ്ണങ്ങളാക്കി നല്ല ടേസ്റ്റുള്ള മീനാണ്. അത് മാത്രമല്ല ഈ ചെമ്പലി ഉണ്ട്, ഇത് കണ്ടോ. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുഴ മത്സ്യം കിട്ടും. ഇത് കണ്ടോ, വരദൂർ ബ്രിഡ്ജ് അവിടെയാണ്. ഇത് അങ്ങ് മാനന്തവാടിക്ക് പോകുന്ന റോഡാണ് കേട്ടോ. മീനങ്ങാടിയിൽ നിന്നൊക്കെ മാനന്തവാടിക്ക് പോകുന്ന റോഡ് വരദൂർ ജംഗ്ഷനിലാണ് ഈ ഒരു കാഴ്ച. ഈ ഒരു മഴക്കാല സീസൺ ആകുമ്പം എപ്പോഴും ഇവിടെ ഇതുണ്ടാവും. മഴയുള്ള സമയത്തിലാണ് കൂടുതലും ഫിഷുകളൊക്കെ വരുന്നു, പുഴ മത്സ്യം കൂടുതലും വരുന്നു. ഭയങ്കര ഡിമാൻഡാണ്, നല്ല തിരക്കും ഉണ്ട്. പക്ഷേ ഇപ്പോഴെന്താണോ ഒരു സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അധികം തിരക്കില്ല ഇപ്പം. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. എല്ലാവരും പുഴ മത്സ്യം കണ്ടാൽ പിന്നെ മേടിക്കാതെ പോകാൻ പറ്റില്ല. എന്തായാലും ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി, നന്നായി കഴുകണമല്ലോ, 3 പ്രാവശ്യമോ 4 പ്രാവശ്യമൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി അതിനെ വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കി നല്ല എല്ലാ കൂട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും എല്ലാവരും ഇതേ രീതിയിലാണല്ലോ വറക്കുന്നത്. അവസാനം ചെറുനാരങ്ങയുടെ ഒരു ഇതും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല വെളിച്ചെണ്ണയിൽ നല്ല തിരുമ്മി വെച്ചിട്ടുള്ള മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ട് പുഴ മത്സ്യം വറുത്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാം റെഡിയാക്കിയൊക്കെ തന്നതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല, വൃത്തിയായി കഴുകി മാത്രം മതി. എന്തായാലും ഈ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതാ മണം വരുന്നുണ്ട്, ആ ഒരു നാടൻ രുചിയില്ലേ അത് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു നാട്ടിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ജംഗ്ഷനിൽ ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ, ആ ജംഗ്ഷനിൽ ഈ പുഴ മത്സ്യം ഈ മഴ സീസണിൽ മാത്രം ഒരുപാട് കിട്ടും. എന്തായാലും ഈ ഒരു മീനൊക്കെ റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇത് മാത്രം മതി ചൂടുള്ള ചോറിന്. അപ്പോൾ കുറച്ച് ഞാൻ എടുത്ത് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇന്ന് നമുക്ക് കറിയും കൂടെ വെക്കാം. എന്താണെങ്കിലും ഇത് ഞാൻ കറിക്ക് ഇത് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സാധാരണ എല്ലാ കൂട്ടും ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും എല്ലാം റെഡിയാക്കി നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിക്കോട്ടെ. അത് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ, അപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ഈ മീൻ കറി വെക്കുന്നത്. പുഴ മത്സ്യം പ്രത്യേകിച്ച് എല്ലാവരും ഒരുപോലെ അല്ല വെക്കുന്നത്. അപ്പം ഇതെല്ലാം നല്ല വഴറ്റി വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അപ്പോഴത്തേക്കും വെളുത്തുള്ളിയും ഒക്കെ തേങ്ങ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എല്ലാ കൂട്ടും മസാലകളെല്ലാം ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് റെഡിയാക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മളിപ്പം ബാക്കി വന്ന ഈ മാങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളിമാങ്ങയാണ്. ഇത് നമ്മൾ ഉണക്കി വെച്ചതാണ്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുഴ മത്സ്യം വെക്കാൻ. അപ്പോൾ ഇതിൽ പുഴ മത്സ്യമൊക്കെ ഇട്ടിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു നാടൻ രുചിയുടെ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ആ മീനിൻ്റെ പുഴ മത്സ്യത്തിൻ്റെ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു.